Time Season 4, a stand-up for girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നല്ല സമയം തന്നെയാണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് അവർ ഷോ. എല്ലാവരും ഇവിടെ പ്രേക്ഷകരെയും ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. Once Upon a Time Season 4 ഷോ സ്റ്റീലേഴ്സിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി and the gorgeous Rachana Narayanankutti. Once Upon a Time Season 4 എക്കാലത്തെയും സ്പാർക്ലിംഗ് സ്റ്റാർ. ലെറ്റ്സ് വെൽക്കം മൈ വെരി ഓൺ ആമിനത്തക്ക. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് പ്രിയങ്കരനായ കലാകാരൻ ആക്ടർ സുബീഷ് സുധി. വെൽക്കം ചേട്ടാ. വെൽക്കം സുബീഷ് ചേട്ടാ. ഭാരത സർക്കാർ ഉൽപ്പന്നം, ഈ ടൈറ്റിൽ ഉണ്ടല്ലോ, ശരിക്കും എന്താണ് ആ ഉൽപ്പന്നം? ഉൽപ്പന്നം ഇപ്പൊ പറയാൻ പറ്റില്ല, കഥ പുറത്താവും. പക്ഷെ ഒരു സർക്കാർ പദ്ധതി ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തുള്ള മുന്നോട്ടാണ് പോക്കാണ് സിനിമ. ഒരു രസകരമായ ഒരു സിനിമ. എനിക്കൊന്നും ഇപ്പൊ നമ്മളെ കുറച്ച് ഇപ്പൊ രമേശ് ചേട്ടന് ഇതിന്റെ കഥ അറിയാം. അപ്പോൾ ഇപ്പൊ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പശ്ചാത്തല സംഗീതം ചെയ്യുന്ന അങ്കിത് മേനോൻ. അപ്പോൾ അങ്കിത് മേനോൻ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, സുബീഷ് ഭായ്, ഈ സിനിമ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സിനിമയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. ഇതിന്റെ സ്റ്റോറി ആരാ ചെയ്തിരിക്കണേ? സ്റ്റോറി നിസാം റാവുത്തർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇത് സ്ക്രീൻ പ്ലേ ചെയ്ത്. അസക്കരയുടെ ഗർഭിണികളെ മുപ്പതിലെ എന്തോ അസോസിയേറ്റ് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ആദ്യം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം വന്ന് എന്നോട് കഥ പറയും. അത് ഞാൻ രണ്ടാമത് വിടുന്ന ആള് രമേശ് ചേട്ടനാണ്. രമേശ് ചേട്ടൻ ഒരു 4-5 കഥ അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ട്. കേൾക്കാറും പറയാറൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഡിസ്കഷനിലൊക്കെ ഉള്ളതാണ്. അദ്ദേഹം ഒരു ചർച്ചകൾക്കൊക്കെ പറ്റിയ ആളാണ്. നമ്മുടെ വളരെ സ്വതന്ത്രമായ അഭിപ്രായം. ഹലോ നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ടെന്ന്. സുബീഷ് മോൻ നമസ്കാരം കേട്ടോ. പുള്ളിനെ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നേനെന്ന്. സിനിമ റിലീസാവല്ലേ? അതെ, ഭാരത സർക്കാർ ഉൽപ്പന്നം അല്ലേ? നല്ല ഉൽപ്പന്നം ആവട്ടെ എന്തായാലും. അപ്പൊ ഇതിന്റെ സെലിബ്രേഷൻ ഒക്കെ ആവുമ്പോൾ പടത്തിന്റെ എനിക്ക് എന്തെങ്കിലും ഒരു കേക്കൊക്കെ മേടിച്ചു തരുമോ? എന്തായാലും മേടിച്ചു തരും. ഏത് കേക്ക് തന്നെ? എനിക്ക് സെലിബ്രേറ്റ് ഇത് വിജയിച്ച ചേട്ടനായിരിക്കും ഞാൻ ആദ്യം കേക്ക് മേടിച്ചു തരുന്നത്. എന്നോട് ആദ്യം ചോദിക്കുന്ന ആള് ചേട്ടനാ. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു തരുമോ? ഏത് കേക്കായിരിക്കും എനിക്ക് മേടിച്ചു തന്നത്? ഞാനൊരു പൂ കേക്ക് മേടിച്ചു. പൂ കേക്ക് എനിക്ക് വേണ്ട. പൂ കേക്ക് എന്താണ്? അത് കപ്പ് കേക്ക് ഇല്ലേ? എനിക്ക് ഡ്രീം കേക്ക് മേടിച്ചു തരുമോ? അതിനാ വിലക്കോ? ആ കേക്ക് റീൽസ് തന്നെ ഓർഡർ ചെയ്ത് നമുക്കത് മേടിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം, കൊടുത്താൽ മതി. അല്ല, ഈ പൂ കേക്കിന് എന്താ പ്രശ്നം? എന്താ പഴയ പൂ കേക്ക് പണ്ട് കല്യാണ വീട്ടിലൊക്കെ അറിയാലോ, ബോക്സ് തുറക്കുമ്പോ ടീ പാർട്ടിക്ക് അതിൽ ഇവൻ പ്രാധാന്യമായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ഡിമാൻഡ് കുറഞ്ഞു. കാരണം ഈ കടകളിലൊക്കെ കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്ത് ഒരുപാടുണ്ടാവും. അത് പൂത്ത് അവിടെ ഇരിക്കുള്ളൂ. ആൾക്കാര് മറ്റു കേക്കിലോട്ട് മാറിക്കഴിഞ്ഞില്ല. ഇപ്പൊ ക്രീം കേക്ക് അങ്ങനെയുള്ള കേക്കിലോട്ടെ തട്ടുള്ള കേക്ക്. അപ്പൊ ഇവന് ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങിയപ്പോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് കേക്ക് അല്ല, ഈ പാട്ടൊന്ന് കേക്ക്. കേക്കിനെ കുറിച്ചുള്ള പാട്ടൊന്ന് കേക്കാം. ബേക്കറിക്കുള്ളിലെ പൂക്കേക്ക് നിന്റെ പൂപ്പലു മാറ്റുവാൻ പ്ലാൻ ഉണ്ടോ? ബേക്കറിക്കുള്ളിലെ പൂക്കേക്ക് നിന്റെ പൂപ്പലു മാറ്റുവാൻ പ്ലാൻ ഉണ്ടോ? മുന്നിലിരിപ്പവനാരാണ് നല്ല തട്ടുതട്ടായുള്ള ഗ്രീൻ കേക്കോ? മുന്നിലിരിപ്പവനാരാണ് നല്ല തട്ടുതട്ടായുള്ള ഗ്രീൻ കേക്കോ? പണ്ടുകാലം നിന്നെ കല്യാണ വീട്ടിലെ ടീ പാർട്ടി ബോക്സിലും കണ്ടു ഞാൻ. പണ്ടുകാലം നിന്നെ കല്യാണ വീട്ടിലെ ടീ പാർട്ടി ബോക്സിലും കണ്ടു ഞാൻ. അന്നൊക്കെ എല്ലാരും വാങ്ങിച്ചു നിന്നെ സ്വാദിഷ്ടമായിട്ട് സാപ്പിട്ടു. അന്നൊക്കെ എല്ലാരും വാങ്ങിച്ചു നിന്നെ സ്വാദിഷ്ടമായിട്ട് സാപ്പിട്ടു. ബേക്കറിക്കുള്ളിലെ പൂക്കേക്ക് നിന്റെ പൂപ്പലു മാറ്റുവാൻ പ്ലാൻ ഉണ്ടോ? മുന്നിലിരിപ്പവനാരാണ് നല്ല തട്ടുതട്ടായുള്ള ഗ്രീൻ കേക്കോ?
ക്രിസ്തുമസ് നാളില് മാറ്റമില്ലാത്തൊര ഈന്തപ്പഴം വെച്ച പ്ലം കേക്ക്. ബാലൻസ് വന്നാലും നിന്റെ അവസ്ഥയും പൂപ്പല് ബാധിച്ചതാകൂലേ. 2 മാസം എന്നെ കാത്തിയിടും പിന്നെ പീസു പീസായിട്ട് വിറ്റിടും. 2 മാസം എന്നെ കാത്തിയിടും പിന്നെ പീസു പീസായിട്ട് വിറ്റിടും. ബേക്കറിക്കുള്ളിലെ പൂക്കേക്ക് നിന്റെ പൂപ്പലു മാറ്റുവാൻ പ്ലാനുണ്ടോ? മുന്നിലിരിപ്പവനാരാണ് നല്ല തട്ടുതട്ടായുള്ള ക്രീം കേക്കോ? ബേക്കറിൽ നിന്നൊരു കേക്ക് കഴിച്ചപ്പ 1000 രൂപയുടെ ബില്ലു തന്നു. ഞാനപ്പ ചോദിച്ചു ചേട്ടാച്ചി ഇത് സ്വർണം പൊതിഞ്ഞൊരു കേക്കാണോ? ഡ്രീം കേക്ക് വാങ്ങിച്ച കാശാകും ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ളൊരു കേക്കാടാ. ഡ്രീം കേക്ക് വാങ്ങിച്ച കാശാകും ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ളൊരു കേക്കാടാ. ബേക്കറിക്കുള്ളിലെ പൂക്കേക്ക് നിന്റെ പൂപ്പലു മാറ്റുവാൻ പ്ലാനുണ്ടോ? മുന്നിലിരിപ്പവനാരാണ് നല്ല തട്ടുതട്ടായുള്ള ഗ്രീൻ കേക്കോ? മുന്നിലിരിപ്പവനാരാണ് നല്ല തട്ടുതട്ടായുള്ള ഗ്രീൻ കേക്കോ? ഓമന ചേച്ചി വന്നപ്പോ മാമന്റെ ഒരു എനർജിയുടെ ലെവല് നെക്സ്റ്റ് ലെവലിലേക്ക് പോയതായിട്ട് എനിക്ക് തോന്നി. അല്ല എന്റെ പൂപ്പലൊക്കെ അങ്ങോട്ട് പോയി അല്ലേ? തെളിഞ്ഞു, മുഖമൊക്കെ എല്ലാം അങ്ങ് തെളിഞ്ഞു. ഓമന ചേച്ചി സുഖല്ലേ? സുഖം തന്നെ. എങ്ങനെയായിരുന്നു കേശവമ്മന്റെ പാട്ട്? നല്ലായിരുന്നു. നല്ലായിരുന്നു, അടിപൊളി, അടിപൊളിയായിരുന്നു. പൊളപ്പൻ. അല്ല അല്ല അതാണ് പൊളപ്പന്ന് പറഞ്ഞ വെറുതെ അല്ല, ഇവിടെ കിടന്ന് പൊള്ളായിരുന്നു. കേശവ മാമ ഓമന ചേച്ചിക്ക് ഒരു കേക്ക് മേടിച്ചു കൊടുക്കണം. കേക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കേക്ക് തിന്നില്ല. മേടിച്ചിട്ട് എനിക്ക് തന്നൂടെ? കിട്ടണെല്ലാം തിന്നണമെന്നുണ്ടോ? ഒരു കിട്ടണ മേടിക്കുക എന്നിട്ട് എനിക്ക് കൊണ്ട് തരിക അല്ലേ? കുറച്ച് ലിയേക്കും കൊടുത്തേക്ക്. അപ്പൊ ഇന്ന് അമ്മാവാ ഇവരിൽ ആരാണ് ഫസ്റ്റ് മത്സരിക്കുന്നത് എന്നുള്ളതിന്റെ കഥയിലോട്ട് ഞങ്ങൾ പൊക്കോട്ടെ. ഓ ആയിക്കോട്ടെ. അമ്മാവനവിടെ നില്ലേ? അമ്മാവന് നിന്ന് കഥ കേക്ക്. അമ്മാവന് ചിലപ്പോ ഇവര് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ താത്ത അതാ ഞാൻ കഥ പറയട്ടെ മക്കളെ. 3 സിനിമയുടെ കഥ ഒരുമിച്ച് ചേർത്തുള്ള കഥയാണ്. എന്നാ പിടിച്ചോ. കുട്ടനാട്ടിൽ ഒരു ഹൗസ് ബോട്ട് സ്വന്തമായിട്ടുണ്ടായിരുന്നു ഗോപന്. ആ വരുമാനം കൊണ്ടാണ് അമ്മയും 3 ചേട്ടന്മാരുമുള്ള ആ കുടുംബം അവൻ നോക്കിയിരുന്നത്. മദ്യപാനികളും ഗുണ്ടകളുമായ ചേട്ടന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പകരമായി അടി വാങ്ങുന്നത് ഗോപനായിരുന്നു. അടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവൻ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് അയാളെ തേടി രാധികയുടെ കത്തുകൾ എത്തുന്നത്. കത്തുകളിലൂടെ അവർ പ്രണയിക്കാൻ തുടങ്ങി. രാധികയ്ക്ക് അവൻ അവളുടെ ഗോപേട്ടനായി മാറി. അവളുടെ ഇഷ്ടത്തിനായി സ്വന്തം മീശ വരെ ഗോപേട്ടൻ ഉപേക്ഷിച്ചു. എന്നാൽ രാധികയുടെ പേരിൽ കത്തയച്ചിരുന്നത് തൻ്റെ കൂട്ടുകാരനാണെന്നും അവൻ തന്നെ പറ്റിച്ചതാണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കിയിരുന്നു. എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചിറങ്ങുന്ന ഗോപാലകൃഷ്ണൻ കയറിയ ലിഫ്റ്റ് ഓഫായിപ്പോയി. ഒരു പെൺകുട്ടിയോടൊപ്പം അതിൽ കുടുങ്ങുകയും ചെയ്തു. ഒരു രാത്രി അവൾക്ക് ലിഫ്റ്റിൽ കഴിയേണ്ടി വരുന്നു. വിശന്നു വരഞ്ഞ ആ പെൺകുട്ടിക്ക് അയാൾ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി വെച്ചു കൊടുത്തു. അവളുമായി അടുക്കുന്നു. ലിഫ്റ്റിൽ നിന്നിറങ്ങിയ ശേഷം അവളെ എങ്ങനെ വളയ്ക്കാം എന്നറിയാതെ നിന്ന അവന് അവൻ്റെ ആശാൻ ഒരു പാട്ടിലൂടെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. മുണുക്ക് പെൺകുണിയേ മുണുക്ക് വിദ്യകളാൽ മാടപ്രാപിറ പോലെ കരുത്തിലാക്കണം. മുണുക്കു പെൺമണിയേ മുണുക്കു വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. നല്ല കഥ അല്ലേ? 3 സിനിമകളുണ്ട് ഇതിനകത്ത്. അതേതൊക്കെയാണെന്ന് ഓമന ചേച്ചി പറയാനുള്ള എനിക്കിതൊന്നും അറിയില്ല. ദിലീപ് സോമയ്ക്ക് ഒരു വണ്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഞാൻ സിനിമ കാണാറില്ല, ഒത്തിരി കാണാറില്ല. ഞാൻ ചോദിക്കട്ടെ, സിനിമയൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിക്കൂടെ? നമ്മുടെ സെഗ്മെന്റിൽ ഒന്ന് വിജയിക്കാൻ വേണ്ടിട്ടെങ്കിലേ വെറുതെ ഇല്ല കണ്ടാലും എന്താ ചിലപ്പോ ഈ പിള്ളേർക്ക് ചിലപ്പോ ഇടയ്ക്കും മറിക്കൊക്കെ കുറച്ചൊക്കെ വയ്ക്കുള്ളൂ. അത് ആണോ? പിള്ളേര് സമ്മതിക്കത്തില്ല. പിള്ളേര് സമ്മതിക്കില്ല. പിള്ളേരെല്ലാം കൂടുതലും കൂടുതലും. പക്ഷെ ലിയക്ക് അറിയാൻ പറ്റും. എനിക്ക് 3 സിനിമയും മനസ്സിലായി. ആദ്യത്തെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. വെരി ഗുഡ്. രണ്ടാമത്തെ പേരറിയില്ല, ശ്രീനിവാസ് 2 സിനിമയെന്നറിയാം. മൂന്നാമത്തെ മിസ്റ്റർ ബട്ട്ലർ. നടുക്കത്തെ സിനിമ അതായത് രാധിക ഗോപനെ കത്തെഴുതി പറ്റിച്ച പടം ഏതാണെന്ന് സുബീഷ് പറയും. രാജകുമാരൻ. അല്ല ഈ പുള്ളിപ്പുലിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായി. ഇതുപോലെ ഒരു കഥയുണ്ട്. എന്നല്ലേ അതിൽ ഹൗസ് ബോട്ട് ഡ്രൈവറാ. നമ്മളെ കഷ്ടകാലത്തിന് ഇവിടെ പോലെ ആ കാലത്ത് ഡ്രൈവറാ. അപ്പൊ അതില് രമേശ് ചേട്ടന്റെ പടത്തില് മറ്റേ അശോകേട്ടൻ, അമര അശോകേട്ടൻ. ഇതിൽ എന്റെ കൂടെ ചാക്കോച്ചന്റെ കൂടെ ഇതാക്കാൻ വേണ്ടി ഹരിശ്രീ അശോകേട്ടനായിരുന്നു. അപ്പൊ എന്നോട് ലാൽജോ സാർ പറഞ്ഞു ഹൗസ് ബോട്ടൊക്കെ പഠിച്ചു, പഠിക്കാൻ ഒരാളുണ്ടായിരുന്നു പഠിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു പഠിച്ചു പറഞ്ഞു. ശരിക്കും ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല. അപ്പൊ കരക്കുന്നൊരു ഷോട്ട് എടുക്കുക. ഈ ഹൗസ് ബോട്ട് എന്ന് വെച്ചാൽ നമ്മൾ കാറ് പോലെ വിചാരിച്ച പോലെ പോകില്ലല്ലോ. അപ്പോൾ കുമാർ സാർ ഷോട്ട് വെച്ചു.
അപ്പോൾ ആ ഹൗസ് ബോട്ട് ആ ജെട്ടിക്ക് ഇങ്ങനെ എടുക്കണം. ഞാനും ആ സീൻ ഇപ്പം മനസ്സിലാവും, ഇൻട്രൊഡക്ഷൻ സീൻ കഴിഞ്ഞ പാടും. അപ്പോൾ അനുശ്രീയൊക്കെ കരക്കുന്നുണ്ട്, അപ്പുറത്തുണ്ട്. ആ ഒരു ഷോട്ട് എടുത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ വേമ്പനാട്ട് കായലിൽ അടിയൊഴുക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതുപോലെ ഹൗസ് ബോട്ട് എൻ്റെ കയ്യിൽ നിന്നില്ല. അപ്പോൾ ഈ കുമാർ സാറ്, ലാൽജോ സാറൊക്കെ ജെട്ടിയിൽ ഇങ്ങനെ ക്യാമറ വെച്ച് നിൽക്കുക. ഇതങ്ങനെ അവരെ നേരെ അങ്ങ് പോയി. അപ്പോൾ അവരോട് ഓരോ പ്രാന്താണ് എല്ലാവരും ഓടിക്കൊണ്ട് ക്യാമറ എടുത്തോണ്ട് ഓടി. ഇതേ അപ്പോൾ നമ്മൾ അഭിനയിച്ച പടാ പുള്ളിപ്പുലികൾ ആട്ടുകുട്ടി. ലിയ ഇപ്പൊ 2 ഉത്തരം തന്നിട്ടുണ്ട്. എന്തൊരു സങ്കടം. അതെ അതെ എന്നൊക്കെ. അതെന്താ ലിയയുടെ ടെൻഷനാ? ലിയക്ക് ടെൻഷന്റെ ആവശ്യമില്ല. എന്നൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളുടെയൊക്കെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാരഡി പാട്ട് പാടിത്തരട്ടെ? വേണ്ട. നമസ്കാരം, ഞാൻ ലിയ. തമിഴിലൊരു ചൊല്ലുണ്ട്, ആൾ പാതി ആടേ പാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകുതി, നമ്മളിരുന്ന ഡ്രസ്സ് പകുതി. നമ്മളെ കാണാൻ എത്രയൊക്കെ ഭംഗിയുണ്ടെങ്കിലും ചേരാത്തൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലുക്കും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. എന്നെ പോലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രസ്സിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എന്തിനേറെ പറയുന്നു, ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നേ എന്ന് ചോദിക്കാത്ത ഒരു പ്രണയം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്രണയവും ഡ്രസ്സും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. അല്ലെങ്കിലും കഷണ്ടിയും കല്യാണവും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടൊന്നും അല്ലല്ലോ എടാ നിന്റെ മുടിയൊക്കെ പോയല്ലോ, നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ എന്ന ആളുകൾ ചോദിക്കുന്നത്. ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോഴേ, ഈ കുരങ്ങനിൽ നിന്നും മനുഷ്യനിലേക്ക് എത്തിയത് പരിണാമത്തിന്റെ നേട്ടമാണെങ്കിൽ പണ്ട് ഒറ്റമുണ്ടിൽ നിന്നും ചുരിദാറിലേക്ക് എത്തിയത് ചില കുരങ്ങന്മാരുടെ നോട്ടം കാരണമാണ്. ഈ ആൺകുട്ടികൾക്ക് സാധാരണ ഡ്രസ്സുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല, വെറൈറ്റി ഡ്രസ്സുകളാ. സാരി, ചുരിദാറ്, പലാസോ, പിക്കാസോ, അങ്ങനെ 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 അങ്ങനെ. പക്ഷേ എൻ്റെ അമ്മാവന് ഈ ഡ്രസ്സുകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം അമ്മാവൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞ്, അച്ഛാ എനിക്കൊരു ഷർവാണി വേണമെന്ന്. പുള്ളിക്കാരൻ കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് സാമ്പ്രാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഭാഗ്യം അവൾ പാട്ടിയാലാന്നൊന്നും പറയാത്തത്, അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ അടുത്ത് നിന്ന് മോൾക്ക് പറ്റിയ ഒരാൾ വേണമെന്നൊക്കെ പറഞ്ഞേനെ പുള്ളിക്കാരൻ. ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ കൂടെ നരകത്തിൽ പോവാൻ പോലും പേടി ഉണ്ടാവില്ല, പക്ഷേ ഡ്രസ്സ് കടയിൽ പോകാൻ ഭയങ്കര പേടിയാ. കാരണം 4, 3, 7 കളറേ ഡ്രസ്സിനെ കുറിച്ച് ഭർത്താക്കന്മാർക്ക് അറിയുള്ളെങ്കിൽ ഭാര്യമാർക്ക് അങ്ങനെയല്ല. പച്ച എന്ന ഒരൊറ്റ കളറിൽ തന്നെ കിളിപ്പച്ച, ഇളംപച്ച, നീലപ്പച്ച, ചുവന്നപച്ച, മഞ്ഞപ്പച്ച, ചാണകപ്പച്ച, ഇങ്ങനെ 7 തരം വെറൈറ്റികൾ അറിയാം. അവൻ ആ കടയിലിരുന്ന് വേരിറങ്ങിയാലും ഇവൾ ഉദ്ദേശിച്ച ചാണകപ്പച്ച കിട്ടാതെ വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല. എന്തിനേറെ പറയുന്ന ആ സെയിൽസുകൾ ഈ മനുഷ്യന്റെ സങ്കടം കണ്ടിട്ട് ഏതേലും ഒരു ചാണകപ്പച്ച ഒപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പ ഭാര്യ പറയും, അയ്യോ ഇത് ജേഴ്സി പശുവിന്റെ ചാണകത്തിന്റെ പച്ചയല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് വെച്ചൂർ പശുവിന്റെ ചാണകത്തിന്റെയാണ്. എന്ത് പറയാനല്ലേ. നമ്മളെ വിദേശികളെയൊക്കെ നോക്കുകയാണെങ്കിലേ അവര് ഡ്രസ്സ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥയും ഓരോരോ അവസരങ്ങളൊക്കെ നോക്കിയിട്ടാ. നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കണം. വേനൽക്കാലത്ത് ഒരുത്തൻ സ്വട്ടർ ഇടുന്നു, തണുപ്പത്തൊരുത്തൻ നിക്കർ ഇടുന്നു, ആശുപത്രിയിൽ ചിലർ പാർട്ടി വെയർ വരെ ഇടുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ദിൽ തോ പാഗൽ ഹേ. പാഗൽ ഹേ ഭ്രാന്താണെന്നർത്ഥം. ഈ കേരളത്തിലെ മലയാളികളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വികാരമാണ് സാരി, പാവാട, മുണ്ട്, നൈറ്റി. അതിലെ സാരി എന്ന് അങ്ങോട്ട് തുടങ്ങാം. സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും സാരിയുടെ പേര് മാറ്റി ഊരിന്ന് വേണം ഇടാൻ. ഇത് ഉടുത്താൽ ഊരിപ്പോവോ എന്നുള്ള ടെൻഷനാണ്. വീട്ടിൽ ചെന്നതൊന്ന് ഊരിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം. എൻ്റെ അമ്മയുടെ ഒരു സാരി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ സാരിയെ കുറിച്ച് പറയണമെങ്കിൽ വെറും 100 രൂപയുടെ സാരി കൊണ്ട് എൻ്റെ അമ്മ ആയിരക്കണക്കിന് ഉപയോഗങ്ങൾ ഉപയോഗിക്കും. ഈ സാരിയുടെ തുമ്പ് കൊണ്ട് ചട്ടി പിടിക്കും, കുട്ടി വന്നാൽ മൂക്ക് തുടയ്ക്കും. അപ്പം തന്നെ വല്ല പരിപാടി നടക്കുകയാണെങ്കിൽ അത് വലിച്ചു കെട്ടി പന്തൽ വരെ ഇടും എൻ്റെ അമ്മ. ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ വേണമെന്ന് പറയുന്ന പോലെയാണ് സാരി ഉടുക്കുമ്പോൾ പാവാട വേണം. പാവാട കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ പാവാടയ്ക്കുള്ള നാട കണ്ടുപിടിക്കാൻ പെടാ പാടാ. ഈ നാടയില്ലാത്ത പാവാടയും നെറ്റില്ലാത്ത മൊബൈലും ഏതാണ്ട് ഒരുപോലെയാ. ഒരു അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഹോട്ട്സ്പോട്ട് പോലെ സേഫ്റ്റി പിന്നൊക്കെ കണക്ട് ചെയ്യുമെങ്കിലും എപ്പോഴാണ് ഈ കണക്ഷൻ മുറിഞ്ഞു പോണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തതാണ് നമ്മുടെ മുണ്ട്. മുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കോസ്റ്റ്യൂം അല്ല, ഒരു പ്രോപ്പർട്ടിയാണ്. മുണ്ട് മടക്കി കുത്തിയ മുട കാണിക്കാം, കുറച്ചുകൂടെ കയറ്റി കുത്തിയ തൊട കാണിക്കാം. ഇനി വല്ല അടിയോ തെറിവിളിയോ ബഹളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സിമ്പിളായി പൊക്കി കാണിച്ച് നിങ്ങളുടെ നിലപാടും കാണിക്കാം.
അടുത്താണ് നൈറ്റിയും മദ്യവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് രണ്ടും കണ്ടുപിടിച്ചത് വിദേശികളാണ്. ഒന്ന് കണ്ടുപിടിച്ചത് രാത്രി ഉപയോഗിക്കാനും മറ്റൊന്ന് കണ്ടുപിടിച്ചത് തണുപ്പ് സമയത്തൊക്കെ ഉപയോഗിക്കാനും. പക്ഷെ ഇത് നമ്മളെ മലയാളി കയ്യിൽ കിട്ടിയപ്പോൾ ഡെയിലി രാവിലെ മുതലാണ് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ പുറത്ത് വീട്ടിലെ പഴയ അച്ഛൻ്റെ ഷർട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ തൊഴിലുറപ്പിനും പോവും. ഒരു ഷാള് കിട്ടിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ വരെ നൈറ്റി ഇട്ടോളും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഈ നൈറ്റിയിലൊന്നും ഒതുങ്ങി നിൽക്കുന്നവരല്ല കേട്ടോ. അവർ മോഡേൺ ഡ്രസ്സ് ഇടുന്നവരാ. പക്ഷേ എൻ്റെ അമ്മാവന് ഈ മോഡേൺ ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മാവൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് ജീൻസ് ഇട്ടാൽ ക്യാൻസർ വരും, ഷോർട്ട്സ് ഇട്ടാൽ അൾസർ വരും എന്നൊക്കെയാണ്. ഈ വക അസുഖങ്ങളൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മാവന് നല്ല അസുഖം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പണ്ട് കോവളം ബീച്ചിൽ പോയപ്പോൾ മദാമ്മമാർ ബിക്കിനി ഇടാതെ ചുരിദാറിട്ട് വന്നതിന് 1.5 മാസം ഡിപ്രഷനിലായിരുന്നു പുള്ളിക്കാരൻ. ഈ ഡ്രസ്സുകളെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ. സ്ഥിരമായിട്ട് ഫാൻസി ഡ്രസ്സിന് വേണ്ടി കാശ് മുടക്കാൻ പിശുക്ക് കാണിച്ചിട്ട് 1 മുതൽ 7ാം ക്ലാസ് വരെ ആദിമ മനുഷ്യൻ്റെ വേഷം ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അതാവുമ്പോൾ 4 ചേമ്പല മതിയല്ലോ. 7ാം ക്ലാസ് വരെ അവൻ ആ ചേമ്പലയും കൊണ്ട് കയറി. 8ാം ക്ലാസ്സിൽ കയറിയപ്പോൾ ടീച്ചർ ആ സ്റ്റേജിൽ ഒരു പാട്ടിട്ടു, ഉണ്ണി വളർന്നു കിളിമകളെ, ഇനി മേല നീ 4 ഇലയും കൊണ്ട് കയറി കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കുമെന്ന്. പിന്നെ എനിക്ക് സ്ഥിരം ഒരു പ്രിൻസസിൻ്റെ ഉടുപ്പായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ അത് കുറേ കാലം എടുത്തു വെച്ചു. എൻ്റെ കല്യാണത്തിന് ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ആ സമയത്ത് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് തീരെ ഇറക്കൂല, അതേ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഇട്ടില്ല, പക്ഷെ എൻ്റെ സേവ് ദ ഡേറ്റിന് ഇട്ടു. ഈ ഡ്രസ്സുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ. പക്ഷേ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത പോലെയാണ് ചിലർക്ക് നിക്കറിൻ്റെ കാര്യത്തിൽ. എത്രയൊക്കെ പഴകിയാലും വലിഞ്ഞാലും തുള വീണാലും അതങ്ങോട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. എൻ്റെ അനിയൻ്റെ കാര്യമൊക്കെ പറയണമെങ്കിൽ അവൻ്റെ നിക്കറിലെ തുളയും ഒരു ഹോളോ ബ്രിക്സിലെ തുളയൊക്കെ ഏതാണ്ട് ഒരേ നമ്പറാണ്. എൻ്റെ മൂത്ത മോൻ 100 വരെ എണ്ണാൻ പഠിച്ചത് അതിലെ തുളയെണ്ണീട്ടാ. അയ്യോ, ഞാനിതേ പറഞ്ഞ് സാരി തുടങ്ങി ഇപ്പം നിക്കർ വരെ എത്തി നിൽക്കുക. ഇനി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തതൊക്കെ പറയേണ്ടി വരും. കണ്ടന്റിലൊന്നും ഉണ്ടാവില്ലാന്ന്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ പ്രാസം ഒപ്പിച്ചും ടപ്പടപ്പടപ്പേന്ന് പറയുന്നത്? നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ? നല്ല രസമായിട്ട് ഇടയ്ക്ക് വെച്ചതുപോലെ രസമുണ്ടായിരുന്നു കേട്ടോ. രമേശ് ചേട്ടാ, ലിയയുടെ അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു പ്രകടനം കഴിഞ്ഞപ്പോഴും പറഞ്ഞപ്പോൾ ലിയയുടെ സ്ക്രിപ്റ്റ് വളരെ നല്ലതാണ്. അതിൽ ഒരു ഇനമുണ്ട്, എഴുതി വെട്ടി കറക്റ്റ് ചെയ്ത് അതിനൊരു ഈണം താളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ലതാണ്. ലിയ വന്നപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ അത്ര ലുക്കില്ലെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് ലുക്ക് ഉണ്ടാവും, ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞല്ലേ. ഇത് സ്വന്തം നാട്ടിൽ പരിപാടി നടത്തിയപ്പോൾ നാദൃഷൊക്കെ ഒരു ദിവസം ഒരു സ്യൂട്ടൊക്കെ തയ്ച്ചു, നല്ലൊരു സ്യൂട്ടൊക്കെ തയ്ച്ചു. എന്നിട്ട് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിലാണ് പരിപാടി. അപ്പോൾ അവിടെ നമ്മൾ സ്യൂട്ടൊക്കെ ഇട്ട് വന്ന് പാടുന്നതിനകത്തൊരു കുഴപ്പവുമുണ്ട്, എന്നാൽ അത് ഇടുകയും വേണം. അങ്ങനെയൊക്കെ ഒരു ധർമ്മസങ്കടത്തിൽ എന്ത് പറയണം എന്നൊക്കെ അറിഞ്ഞിട്ട് പുള്ളി തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് സ്റ്റേജിൽ കറിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒന്നിക്കിൽ പാട്ട് നന്നാവണം അല്ലെങ്കിൽ കോട്ട് നന്നാവണം. പാട്ട് നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കോട്ട് നന്നാക്കി എന്ന് പറഞ്ഞു. ഉടനെ ഫ്രണ്ടിൽ ഇരുന്നൊരുത്തം കോട്ടും കൊള്ളിയലാന്ന്. അത് മൈക്കിൽ കൂടെ കയറി എല്ലാരും കേട്ട അത്രയും ഫ്രണ്ടിൽ നിർത്താൻ പറഞ്ഞത്. പിന്നെ ഈ കുറെ വിഷയങ്ങൾ ഈ ഡ്രസ്സമ്മ പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമുള്ള കുറെ, അതിനകത്ത് പ്രസന്നവേഷം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് പോയതും. സുഹൃത്ത് ഒരുത്തൻ ഉണ്ട്, അവൻ ഈ ഷഡ്ഡി കളയില്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങള്. ഇവൻ എന്താ ചെയ്യുന്നറിയോ, ഇവന്റെ പഴയ ഷഡ്ഡി പുതിയ ഷഡ്ഡിയുടെ വെട്ടിയിലിട്ടിട്ട് വേറെ ഏതെങ്കിലും വീടിന്റെ മതിലൊക്കെ കൊണ്ടുവയ്ക്കും. ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇവനൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. പഴയ ഷഡ്ഡി അതുപോലെ മടക്കി അതിനകത്തൊരു ചെറിയ കാർഡ്ബോർഡ് കിട്ടുമല്ലോ, അതൊക്കെ വെച്ച് മടക്കി ഈ പുതിയ ഷഡ്ഡിയുടെ പെട്ടിയിലിട്ടിട്ട് അതുകൊണ്ട് വേറെ ഏതെങ്കിലും വീടിന്റെ മതിൽ കൊണ്ടുവയ്ക്കും. ഭയങ്കര ക്രൈമല്ലേ ഇവനീ ചെയ്യുന്നത്. വലിയ മനുഷ്യനായിട്ട് ഞാൻ എനിക്കിന്ന് ഇപ്പൊ അവൻ ചെയ്യുന്ന ജോലിയൊന്നും പറയാൻ പറ്റില്ല. അത്രയും വലിയ പൊസിഷനിലാണ് ഇവനൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം ഡ്രസ്സിന്റെ എല്ലാ ഏരിയകളും താൻ ബർമൂഡയെ കുറിച്ചും സാരിയെ കുറിച്ചും ചുരിദാറിനെ കുറിച്ചും എല്ലാം പറഞ്ഞതെല്ലാം വളരെ നല്ലതായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. മുണ്ടിനെ പറ്റി പറഞ്ഞതും ഒക്കെ നന്നായിരുന്നു. എല്ലാം കൊണ്ടും ഗംഭീരായി കേട്ടോ. പാട്ടും നന്നായി, കോട്ടും നന്നായി. യു ലുക്ക് സോ പ്രെറ്റി ഇൻ സാരി. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കണ്ടപ്പോഴേ
അതിലേക്ക് വരും. സാരി ഒക്കെ കൊടുത്ത് എന്താ പതിവില്ലല്ലോ ഇങ്ങനെ വേഷം പതിവില്ല. കോസ്റ്റ്യൂം പറയുമ്പോ ഒരു സാരി എടുക്കും. ഇതുവരെ ഞാൻ സാരി ഇല്ല ഇല്ല ചെയ്തിട്ടില്ല ഇല്ല ഇല്ല നല്ല രസമുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല വിഷയം നന്നായിട്ട് സംസാരിച്ചു. പിന്നെ ലിയ ഒരു വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വെരി സ്ട്രോങ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ലിയ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലിയയുടെ അടുത്തുനിന്ന് നല്ല നല്ല സ്ക്രിപ്റ്റ്സ് തന്നെ ആയിരിക്കും വരിക എന്ന്. സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഇറ്റ് വാസ് റിയലി സൂപ്പർ. ഓക്കെ ലിയ, ഓൾ ദി ബെസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു. ഈ ഡ്രസ്സിന്റെ കാര്യമല്ലേ പറഞ്ഞത് മുഴുവൻ. ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇതുപോലെ ഈ സാധുക്കൾക്ക് തുണി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിന് ചെന്നപ്പോൾ എനിക്കും കിട്ടി ഇതുപോലെ പെണ്ണുങ്ങൾക്ക് നൈറ്റിയും സാരിയും അങ്ങനെ എല്ലാം കിട്ടി. എനിക്ക് കിട്ടിയത് 2 ലെഗിൻസ്. എന്റെ കക്കാന്ന് ഇരിക്കണേ, എനിക്കെന്താ ലെഗിൻസ് ഇട്ടാ കയറൂലേ? ഞാൻ ആദ്യം ലെഗിൻസ് ഈ പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് നടക്കണപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മിക്സിയിൽ അടിച്ചിട്ട് തേച്ച് പിടിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ മനസ്സിലായത് തുണിയാണെന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് വേറൊരു പെണ്ണുമ്പിള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവക്കടെ സാരിക്കനുസരിച്ചുള്ള ഈ തലയിലിടുന്ന പുഴു കളറുണ്ടല്ലോ, പുഴുവല്ലേ എന്നൊത്ത അതിന് പറയണേ, നാട്ടും പുറത്ത് പുഴു എന്നൊക്കെ പറയണേ. തലയിലിടുന്ന അതിൻ്റെ കളർ മാച്ച് ചെയ്യാനുള്ള. അപ്പോൾ അവൾ നോക്കി കഴിയുമ്പോൾ ഈ കൊച്ചിൻ്റെ ഷഡ്ഡി എടുപ്പുണ്ട് ഇങ്ങനെ ഈ പല കളറിലുള്ള, അത് ഊരിക്കളഞ്ഞിട്ട് ആ ഷഡ്ഡി ഒരെണ്ണെടുത്തിട്ട് ഇങ്ങനെ കറക്കി തലയിലിട്ടിട്ട് അങ്ങോട്ട് പോയി കളഞ്ഞു. ശരിക്കും സംഭവിച്ചാ. പിന്നെ അതുപോലെ ഈ ഫാൻസി ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോൾ നമ്മുടെ മോൻ ശുക്കൂർ, അവൻ ഈ ഫാൻസി ഡ്രസ്സിന് പേര് കൊടുത്തപ്പോൾ ഈ വീരാനിക്കാട് ഒരു കൂട്ടുകാരുണ്ട് KPSC ഷാജി എന്ന് പറഞ്ഞിട്ട്, ഇവൻ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു പുതിയ ഐഡിയ ചെയ്യാം. ഇങ്ങനെ ഈ അമ്പ് കൊണ്ടൊരു വേടൻ, ഒരു ചെറുക്കൻ്റെ മേത്തെ കൂടെ ഒരു അമ്പ് ഇങ്ങനെ തുളഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നേക്കാണ് പുറയിലിങ്ങനെ. അത് കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്തവൻ, നല്ല അടിപൊളി മേക്കപ്പായിരുന്നു. എന്നിട്ട് ഈ ശുക്കൂറിൻ്റെ ഷെയിലേക്ക് ചെസ് നമ്പർ 144 എന്ന് പറഞ്ഞപ്പോൾ ഇവനാണ് കയറി ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഫ്രണ്ടിലിരിക്കാനേ. അപ്പോൾ ഇവനെ കണ്ടിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് അമ്പ് കൊണ്ടേക്കണ മനുഷ്യനെ ഇങ്ങനെ ചിരിച്ചിട്ട്. പ്രച്ഛന്ന വേഷത്തിന് അന്ധന്റെ വേഷം കിട്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ അന്ധനായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്ന് സ്റ്റേജിന്റെ ഒത്ത നടക്കുമെന്ന് കണ്ണു തുറന്ന് എല്ലാവരും നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പോയി. പ്രൈസ് കിട്ടിയില്ല. അതേപോലെ നമ്മൾ ജാസിൽ ചേർന്നു, ജാസ് ഡ്രംസ് ഇല്ലേ. അപ്പൊ ഞാൻ മുണ്ടെടുത്തിട്ടാണ്. അപ്പോൾ ഈ സൈനോരൊക്കെ ട്രൂപ്പിൽ ഉണ്ടായ ഒരു കക്ഷിയുണ്ട് SM കോളേജിൽ. അയാൾക്ക് ഇങ്ങനെ ഇത് സ്റ്റിക്കൊക്കെ ഇങ്ങനെ അടിച്ച് തകർക്കുക. അപ്പൊ ഞാൻ 3ാമതാണ്, എൻ്റെ കോഡ് നമ്പർ 3. ഞാൻ കുറച്ച് താളം മുട്ടി ഇതായി. അവസാനം എൻ്റെ മുണ്ടുണ്ടല്ലോ, മുണ്ട് ഈ ബേസിന്റെ അടുത്ത് ഇങ്ങനെ കുടിഞ്ഞ് ഒരു പ്രത്യേകതര താളം ഉണ്ടാക്കി. എനിക്ക് ആകെ 2 സ്റ്റെപ്പ് ഇതെങ്ങനെ 10 മിനിറ്റ് എങ്ങനെയെങ്കിലും തേക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ എങ്ങനെ തേച്ച് ഒരു മുണ്ട് വലിച്ചപ്പോൾ ഒരു പ്രത്യേക താളം ഉണ്ടാക്കി. അപ്പോൾ ജഡ്ജ്മെന്റ് പറയാ കോഡ് നമ്പർ 3 ഒരു പ്രത്യേകതര താളം ഉണ്ടാക്കി. നമ്മൾ ജാസിൽ ഇതുവരെ കേൾക്കാത്ത നമ്മൾ അതിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ മുണ്ടങ്ങ് വലിച്ച്, അപ്പോൾ ഒരു പ്രത്യേകതര താളം ബേസ് അങ്ങ് വലിച്ച്, അങ്ങനെയാണ് കലാപത്തിലൊക്കെ ആയത്. ഇംഗ്ലീഷ് ഡ്രാമ അതിന് പേര് കൊടുത്തിട്ടേ കത്തം പൊങ്ങിയപ്പോൾ 2 പേരോട് ചൂണ്ടയിടണോ. കത്തം പൊങ്ങി അരമണിക്കൂറാണ്, 2 പേരോട് ചൂണ്ടയിട്ടിട്ട് കുറേ നേരം കഴിഞ്ഞ് അരമണിക്കൂറാവാനായിട്ട് ഇത്തിരി സമയമുള്ളപ്പോൾ ഒരുത്തൻ മറ്റവൻ്റെ അടുത്തേക്കും നോ ഫിഷ്. അപ്പോൾ പറയും നോ ഫിഷ്, ഓക്കെ ബൈ. ഈ ഇംഗ്ലീഷ് ഡ്രാമ ഞങ്ങള് ഷേണായതിന്റെ അവിടെ ഈ സിനിമാല പരിപാടി ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ വലിയ സിനിമാല എസ്റ്റാബ്ലിഷ്ഡ് പരിപാടിയാണ്, വലിയ പോപ്പുലറാണ്. അപ്പോൾ ഒരു കോളേജിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു അവിടുത്തെ മോണോ ആക്ടിന് ജഡ്ജ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു 2 പേര്. അപ്പം ഞാനും എൻ്റെ കൂടെ വേറെത്തനും കൂടെ ഞങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോയി മോണോ ആക്ടിന്. അപ്പം ഞങ്ങളിവിടെ ചെന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നിൽക്കും, ഞങ്ങളോട് പറഞ്ഞു ആരോട് സംസാരിക്കരുത്, നിങ്ങളെ സ്വാധീനിച്ചു എന്ന് പറയുന്നത്. നമ്മൾ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ വരുമ്പോൾ ഒരു സാറ് കൂട്ടത്തിൽ വന്നിങ്ങനെ ഇപ്പോട്ടെ നമ്മൾ ആരോടൊരു മിണ്ടുന്നുണ്ടോ നോക്കി അങ്ങനെ ചെന്ന് ഞങ്ങളവിടെ ഫ്രണ്ടിലിരുന്നു. എറണാകുളത്തുള്ളൊരു വളരെ പ്രശസ്തമായ വുമൻസ് കോളേജിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വളരെ ആവേശത്തോടു കൂടി ഞങ്ങൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ചെന്നു. ജഡ്ജാണല്ലോ, ഒരു ഇച്ചിരി പവറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് തുടങ്ങി. ഫസ്റ്റ് കർട്ടൻ പൊക്കി. മോണോ ആക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം മറ്റേ ഗ്യാസ് പൊട്ടിത്തെറിക്കലും അത് ഇതൊക്കെ വരുമെന്നും പറഞ്ഞിരിക്കുവാണല്ലോ. ആദ്യത്തെ കൊച്ചു തന്നെ വന്ന് ദ ട്രാജിക്കൽ ഐറണി ഓഫ് ദ ഷേക്സ്പീരിയൻ ഡ്രാമ ഓഫ് ദ മാക്ബെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നിന്ന് പറഞ്ഞ കണ്ണും പുക ഒരു വസ്തു ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഓ ഇറ്റ്സ് ദ സ്റ്റോൺ ഓഫ് ദ ടെംപെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്തിരിക്കണ നോക്കുമ്പോൾ അവരെന്നെ നോക്കിയിട്ട് തോന്നിയ പോലെ രൂപത്തിന് മാർക്കിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റി. മറ്റവൻ അരഞ്ഞ് ചീഞ്ഞില്ലാണ്ടായി പോയി. മേലെ അങ്ങോട്ട് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. ഗംഭീരമായി കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷമമാണോ സന്തോഷമാണോ എന്നറിയില്ല. സന്തോഷമം
സന്തോഷമാണോ വിഷമമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബസ്സിൽ ഇങ്ങനെ പോവായിരുന്നേ. ഇപ്പൊ ബസ്സിൽ യാത്രയുടെ അടുത്തൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരി ഇങ്ങനെ റീൽസ് നോക്കണതിന്റെ ഇടയ്ക്ക് എന്റെ റീൽസ് കണ്ടു. എന്നിട്ട് അതിന് ലൈക്കും കമന്റ് ഒക്കെ ഇട്ട്. പക്ഷെ എന്നെ മനസ്സിലായില്ല, എന്റെ തൊട്ടടുത്തിരുന്നിട്ട്. അപ്പൊ ഞാൻ അല്ല, ഈ കോലവും മേക്കപ്പുള്ള കോലവും തമ്മിൽ പറയണം, ഇത് ഞാനാന്ന് പറയണം. വേണം അത് പറയണമെന്നില്ല. ഇപ്പം അങ്ങനെയാണെങ്കിലും നമുക്ക് ലാലേട്ടനൊക്കെ റോട്ടിൽ ഇറങ്ങി എല്ലാ പോസ്റ്ററും ഞാനാന്ന് പറഞ്ഞോണ്ട് നടക്കണ്ടേ? അതല്ല, അത് പറയണ്ട. സ്വയം മനസ്സിലാവുന്ന ഒരു സമയം അല്ലേ? ഞാൻ പറയാൻ വന്നത് അത് തന്നെയാണ്. റീൽസ് ഒക്കെ നല്ല രീതിയിൽ ഇതുപോലെ വൈറൽ ആകുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഓമന. ഞാൻ കുട്ടമ്പുഴയിലെ കൂറ്റാമ്പാറ എന്ന ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ ഇവിടെ അപ്പൂപ്പൻ്റെ ഒരു കഥ പറയാനാണ് ഞാൻ വന്നത്. അപ്പൂപ്പൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അപ്പൂപ്പൻ അധ്വാനിയാണ്. പക്ഷെ അത് വെറും തെറ്റായിരിക്കണ്ട കേട്ടോ, കേൾക്കിയ അധ്വാനി അല്ല. അപ്പൂപ്പൻ ശരിക്കും അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇപ്പം നിങ്ങളുടെ അപ്പൂപ്പൻ മാത്രമല്ലേ അധ്വാനിച്ച് സമ്പാദിക്കണുള്ളൂ, ഞങ്ങൾ അധ്വാനിക്കാതാണ് സമ്പാദിക്കണമെന്ന് ചോദിക്കും. അല്ല, നമ്മളെല്ലാവരും അധ്വാനിച്ച് സമ്പാദിക്കുന്നവരാണ്. പക്ഷെ അത് പല രീതിയിലാണ്. ചിലർ സ്ഥലം വാങ്ങിക്കണവർ, ചിലർ വീട് വാങ്ങിക്കണവർ, അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കണവർ, പിന്നെ ഉണ്ട് അധ്വാനിച്ച് ജോലി സമ്പാദിക്കുന്നവർ. അതിൽ ഏറ്റവും വലിയ തെളിവുകളാണ് ആയിരിക്കുന്നവരും നമ്മുടെ ഡയാനയും. പക്ഷെ എൻ്റെ അപ്പൂപ്പൻ്റെ സമ്പാദ്യം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൂപ്പൻ്റെ സമ്പാദ്യം വെച്ചാൽ അപ്പൂപ്പൻ ഒരാഴ്ചയിൽ ഒരു ദിവസം വെളിയിൽ പണിയാൻ പോകും. അതിന് എത്ര രൂപ കിട്ടിയാലും അത് തീരുന്നത് വരെ അപ്പൂപ്പൻ കുടുംബത്തിലായിരിക്കും അധ്വാനിക്കുന്നത്. അമ്മൂമ്മയാണെങ്കിലോ കട്ട സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഠിന അധ്വാനം കൊണ്ട് അവർ സമ്പാദിച്ചേക്കണത് 10 മക്കൾ. ഇത് കണ്ടിപ്പോൾ അടുത്ത അയൽക്കത്തെ കുറുപ്പേട്ടനൊരു കുശുമ്പ്, കുറുപ്പേട്ടന് 3 ഉള്ളൂ. എന്താ ചെയ്യണേ? ഇപ്പോൾ കുറുപ്പേട്ടൻ വന്നേച്ച് അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, എൻ്റെ ചങ്ങാതി എന്തിനങ്ങ് സമ്പാദിച്ച് കൂട്ടണു? ഇവറ്റകൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കണ്ടായോ? ഒന്ന് നിർത്തിക്കൂടെ സമ്പാദ്യം? അപ്പൂപ്പൻ ക്ഷമിക്കും. അത് അപ്പൂപ്പൻ കുറുപ്പേട്ടനോട് പറഞ്ഞു, എടാ കുറുപ്പേ, താൻ ശിശുവാ, തനിക്കൊന്നും അറിയില്ല. കാരണം ഉണ്ടല്ലോ, ഒരണ്ണാൻ എത്ര മൂത്താലും അത് മരത്തുമേട്ടല്ലേ കയറുള്ളൂ, അല്ലാതെ തൻ്റെ വീട്ടിൽ കിടക്കയിൽ ഒന്ന് കിടക്കുവോ? എൻ്റെ വീട്ടിലെ കട്ടുമേ ഒന്ന് കിടക്കുവോ? അതുകൊണ്ടേ എനിക്ക് പറ്റണ പോലെ ഞാൻ പയറ്റണേന് തനിക്ക് എന്താടോ കുറുപ്പേ ചെയ്യാതോന്ന് ചോദിച്ചു. അപ്പം കുറുപ്പേട്ടൻ വിട്ടു കൊടുക്കില്ല. അപ്പൂപ്പന് ഒരു ഡോസ് ഗുളിക കൂടുതൽ അങ്ങോട്ട് കൊടുത്തു. അപ്പൂപ്പനോട് പറഞ്ഞു, അരിമണി ഒന്ന് കുറിക്കാൻ തനിക്കില്ലല്ലോടൂ, ഈ 2 കയ്യിലും കരിവളയിട്ട് കിളുക്കാൻ എന്താണ് ഇത്ര മോഹം? തപ്പി തപ്പി നടക്കണ തവളയ്ക്ക് കുഞ്ഞിൻ്റെ മേലെ പറന്നു ഉയരാൻ എന്ത് കൊതിയാന്ന് പറഞ്ഞു. ഇത് കേട്ടതേ അപ്പൂപ്പൻ പോയ വഴി കണ്ടില്ല. അങ്ങനെ വർഷം വന്നു. വർഷമല്ല കേട്ടോ, വർഷം മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന് ഒരു ദിവസം പോലും വെളിയിൽ പണിയാൻ പോകാൻ പറ്റണില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ നേരെ മുതലാളിയുടെ അടുത്തേന്നൊക്കെ ചെന്നു. എനിക്കൊരു 100 രൂപ താട്ടും മുതലാളി. ചോ എൻ്റെ ചങ്ങാതി കാശൊന്നും കിടപ്പില്ലടേ ചങ്ങാതി. ഒരു കാര്യം ചെയ്യാ, കിടക്കുമ്പോൾ വാ. അപ്പൂപ്പൻ വിചാരിച്ചു മുതലാളി കിടക്കുമ്പോൾ വരാനാണെന്ന്. അപ്പൂപ്പൻ അന്നേരം പറഞ്ഞു, മുതലാളി എപ്പോഴാ കിടക്കണേന്ന് പറഞ്ഞാൽ മതിയേ, ഞാൻ അന്നേരം വന്നോളാം. ഞാൻ കിടക്കുമ്പോൾ വരാനല്ലോട് പറഞ്ഞത്. കാശുണ്ടായിരുന്നതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ബാലൻസ് ഒന്നും ഇവിടെ കിടപ്പില്ല, ബാലൻസ് കിടക്കുമ്പോൾ വരാനാ പറഞ്ഞു. അന്നേരം അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി എനിക്ക് കാശ് തന്നെ വേണമെന്നില്ല, അരി തന്നാലും മതി, കപ്പ പറിച്ച് തന്നാലും മതി, എൻ്റെ കുട്ടികൾക്ക് ഞാനത് വേവിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ മുതലാളി പറയാണ്, ആ ഒരൊറ്റ കാര്യം ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ആ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അപ്പൂപ്പൻ ചോദിച്ചു അന്നേരം. എന്നാൽ മുതലാളിയുടെ ഭാര്യ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടാവോ എന്ന് ചോദിച്ചു. ഇത് കേട്ടത് മുതലാളി ചാടി കൊണ്ട് എണിച്ചു. താൻ എന്താണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചാടി കൊണ്ട് എണിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പൂപ്പൻ കിലുകില വിറ തുടങ്ങി. എന്തായാലും 2-1 തീർച്ചയാണ്, ഒന്നുകിൽ കളട്ടിക്ക് പുറത്ത് അല്ലെങ്കിൽ കുറുപ്പിൻ്റെ നെഞ്ചത്ത്. അപ്പൂപ്പൻ കിടുകിടാ വിറച്ച് 2 കാലേക്കിടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. മുതലാളി എണിച്ചിട്ട് പറഞ്ഞു, എടോ, എൻ്റെ മുറ്റത്ത് വന്ന് നിന്ന് എൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നൂടോ? ഇറങ്ങിക്കോളണം ഇവിടുന്ന്, ഇനി എൻ്റെ അടിച്ചതിനകത്ത് കയറി പോരെന്ന് പറഞ്ഞു. അപ്പം അപ്പൂപ്പൻ പറഞ്ഞു, എൻ്റെ മുതലാളി ഞാൻ എന്തു തെറ്റാ ചെയ്തത്? മുതലാളി എന്നോട് ദേഷ്യം പെടാനോ ഇവിടുന്ന് പടി അടച്ച് പിണ്ടം വെക്കാനോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മുതലാളി ഏതായാലും ഒന്നും തരുമില്ല, സഹായിക്കുകയും ചെയ്യില്ല. അപ്പം മുതലാളിയുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി എനിക്കൊന്നും തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ അപ്പൂപ്പൻ അതൊക്കെ ഇറങ്ങി തെങ്ങും തോട്ടത്തിലൊക്കെ ഇറങ്ങിയപ്പം
കാള കിടക്കും കയറോടും. ഇത് മത്തങ്ങ അങ്ങനെ മൊട്ടിന് ഇങ്ങനെ വിളഞ്ഞു പഴുത്ത ബൾബ് പോലെ ഇരിക്കുവാണ്. അപ്പൂപ്പൻ ഒരു മത്തങ്ങ കയ്യിലെടുത്തു, രണ്ടാമത്തെ മത്തങ്ങ ഈ കയ്യിൽ പിടിച്ചു. കുരങ്ങ് മത്തങ്ങ നോക്കുമ്പോൾ മത്തങ്ങ കൊണ്ട് അങ്ങോട്ട് പോയി. ഒരു മുതലാളി ഇത് കണ്ടപ്പോൾ ചേട്ടൻ മത്തങ്ങ അവിടെ ഇട്ടേച്ചുമ്പോൾ താൻ മത്തങ്ങ ഒരു കാരണവശാലും കൊണ്ടാൻ ഒക്കില്ല, തൻ്റെ വീട്ടിൽ കൊണ്ടാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഞാനിതിവിടെ ഇട്ടേച്ചും പോയാൽ എൻ്റെ പുറകെ മത്തങ്ങ എൻ്റെ വീട്ടിലേക്ക് വരുമോ മുതലാളി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൂപ്പൻ മത്തങ്ങ. ഈ അപ്പൂപ്പൻ്റെ പള്ളിയിലെ ഇടവകാലി അച്ഛൻ ആ പള്ളിയിൽ നിന്ന് സ്ഥലം മാറി പോവുകയാണ്. അപ്പോൾ ഈ അച്ഛൻ ഓരോ വീടുകൾ തോറും യാത്രാമൊഴി പറഞ്ഞപ്പോൾ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പം വലിയപ്പച്ച കുഞ്ഞാടുകളെ, എനിക്ക് ഈ പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി, ഞാൻ വേറൊരു പള്ളിയിലേക്ക് പോകുക കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ പരിശുദ്ധ മാതാവേ യേശു തമ്പുരാനെ സകല അച്ഛന്മാരെ ശുദ്ധീകരിക്കണേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പൂപ്പൻ വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൂപ്പൻ പ്രാർത്ഥന തുടങ്ങി, എൻ്റെ പരിശുദ്ധ മാതാവേ എൻ്റെ യേശു തമ്പുരാനെ സകല അച്ഛന്മാരെയും ചുട്ടുകരിക്കണേ എന്ന് പറയാണ്. അപ്പോൾ ഈ അമ്മൂമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യനെ നിങ്ങൾ എന്തോന്ന് ഈ പറയണത്, ചുട്ടുകരിക്കാനല്ല അച്ഛൻ പറഞ്ഞത്, ശുദ്ധീകരിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ അപ്പൂപ്പൻ ഒരു ദിവസം മുതലാളിയുടെ കൂടി നായാട്ടിന് പോവുകയാണ്. സാധാരണ തീറ്റ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും കേഴ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരും. അപ്പം അവർ മുതലാളിയും അപ്പൂപ്പനും കൂടെ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അപ്പൂപ്പനെ കൊതുക് കടിക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ ഈ തല്ലൽ തുടങ്ങി. ഈ ഒച്ച കേട്ട് കഴിയുമ്പോൾ മൃഗങ്ങൾ പിന്നെ അങ്ങനെ നിൽക്കും. ഒരു കാലും ഒരു കാലും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. മുതലാളി ഇത് കണ്ടു കിടന്ന് മടുത്തു കഴിഞ്ഞ് മൃഗങ്ങൾ അടുത്തടുത്ത് വന്നു തുടങ്ങി. അപ്പോൾ മുതലാളി പറഞ്ഞു, മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുതെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ അപ്പൂപ്പൻ്റെ നേരെയൊക്കെ മുതലാളി കൈ അടിച്ചപ്പോൾ അപ്പൂപ്പൻ ചോദിക്കുകയാണ്, എന്താ മുതലാളി ടാറ്റ കാണിക്കണമെന്ന്. ഇത് കേട്ടത് മൃഗങ്ങളെല്ലാം 4 വശത്തേക്കും ചിഹ്നം ചിതറി ഓടി. ഒരു കേഴമാൻ മുതലാളിയുടെ അപ്പൂപ്പൻ്റെ തലയ്ക്ക് മേതെ എടുത്ത് ചാടിയിട്ട് മുതലാളിയുടെ കയ്യിൽ ഇരുന്ന് തോക്ക് തട്ടി തെറിപ്പിച്ച ദൂരെ പോയി കിടന്ന് വെടിപൊട്ടി. ഇത് ഓടാൻ പറ്റില്ലാതെ ഒരു പൂർണ്ണ ഗർഭിണിയായ പേടമാൻ മരത്തിൻ്റെ വീട്ടിൽ തന്നെ നിന്നു. ഈ വെടിപൊട്ടിയ ശബ്ദം കേട്ടിട്ട് അവിടെ തന്നെ പ്രസവിച്ചു എന്നാണ് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൂപ്പൻ ഈ കേഴക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വളർത്തി വലുതാക്കി. അത് വലുതായി കഴിയുമ്പോൾ അതിൻ്റെ പുറത്താണ് സവാരിഗിരി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആനപ്പുറത്ത് സവാരിഗിരി ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, കുതിരപ്പുറത്ത് കയറിയെന്ന് കേട്ടിട്ടുണ്ട്, കഴുതയുടെ പുറത്ത് കയറിയെന്നും കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ ഈ കേഴമാൻ്റെ പുറത്ത് കയറി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അത് ആദ്യമായിട്ട് എൻ്റെ അപ്പൂപ്പനാണ് സവാരിഗിരി ചെയ്തത്. എൻ്റെ അപ്പൂപ്പൻ ഒരു ദിവസം ചന്തയ്ക്കൊക്കെ പോയി ഈ കണവണ ചെറുതായിട്ട് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണ വഴി ഒരു നാട്ടുകൂട്ടം മൂപ്പൻ കൂടിക്കൊണ്ടിരിക്കുവാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് അപ്പൂപ്പനും കയറി ചെന്നു സഭയിലേക്ക്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നാട്ടുകൂട്ടം മൂപ്പൻ്റെ മകള് കുന്തി ഗർഭിണിയാണ്. പക്ഷെ അവളെ കൊന്നാലും പറയില്ല ആളാരാന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ കയറി ചെന്നേച്ചും പറഞ്ഞു, ഇവൾ ആരാളാന്ന് ആൾ പറയില്ലെങ്കിൽ ഞാൻ പറയാം ആളാരാന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ അപ്പൂപ്പൻ്റെ നേരെ തിരിഞ്ഞു. ഇയാൾ തന്നെ എൻ്റെ ആൾ, സത്യം പറഞ്ഞോളണം, അല്ലാതെ അയാൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഈ 100 പൊക്കം കാണുന്ന തെങ്ങിൻ്റെ മുകളിൽ കിടക്കണ തേങ്ങാൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടായി വെള്ളമെന്ന് ചോദിച്ചു. അപ്പോൾ നാട്ടുമൂപ്പൻ പറഞ്ഞു, അത് തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ കുന്തിപ്പെണ്ണിനും തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞു. അപ്പം ഈ നാട്ടുകൂട്ടം മൂപ്പന് അതിശയം തോന്നുവാണ്. എന്താ അപ്പം എൻ്റെ മോൾക്കുള്ളത് ദിവ്യഗർഭമാണോ അത്? എല്ലാവരോടും പറഞ്ഞു, പെട്ടെന്ന് പോയൊരു അമ്പലം പണിയണം, എൻ്റെ മോളെ അമ്പലം പണിത് അവിടെ ഇരുത്തണം. അപ്പം അപ്പൂപ്പൻ പറഞ്ഞു, അതാണ് നല്ലത്, എത്രയും വേഗം അമ്പലം പണിത് കുന്തിദേവി അവിടെ ഇരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പൂപ്പൻ മെല്ലെ അങ്ങ് നടന്നടി വീണ്ടും ഈ മുതലാളിയുടെ തെങ്ങും തോട്ടത്തിലേക്കാണ് ഇറങ്ങിയേക്കണത്. എന്തായാലും തെങ്ങും തോട്ടത്തിൽ പോയി ഒരു തേങ്ങ കിട്ടുവാണെങ്കിൽ അരച്ചൊരു ചമ്മന്തി അരച്ച് തൊട്ട് വെക്കാലെന്ന് ഓർത്താണ് അപ്പൂപ്പൻ അവിടെ ഇറങ്ങിയത്. പക്ഷേ ഒരു തേങ്ങ പോയിട്ട് ഒരു മച്ചിങ്ങ പോലും തെങ്ങിൻ്റെ വീട്ടിൽ ചാടിയില്ല. അപ്പൂപ്പൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൊതികളെല്ലാം അവിടെ വെച്ചിട്ട് അപ്പൂപ്പൻ നേരെ തെങ്ങിൻ്റെ മുകളിൽ കയറി ഒരു തേങ്ങ പറിച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പൂപ്പൻ്റെ കഷ്ടകാലത്തിന് മുതലാളി തോട്ടം നോക്കാനായിട്ട് വന്നു. മുതലാളി കയറി വന്നപ്പോൾ ഈ പൊതികളിരിക്കുക. അപ്പം അമ്പിളിച്ചേട്ടനായി ജഗതിച്ചേട്ടനായി പോകണം മുതലാളി. ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവച്ചേക്കണ കൂടോത്ര അത്, ഇതാരായാലും ഏതവനായാലും ഇനി ഞാൻ കണ്ടുപിടിക്കുന്നില്ല, ഞാൻ വെറുതെ വീട്ടിലാന്ന് പറഞ്ഞു മുതലാളി പൊതുക്കി ചുറ്റി കിടക്കുകയാണ്. അപ്പൂപ്പൻ അത് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ട് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തെങ്ങേടെ ഊർത്തി അടി കഴിയുമ്പോൾ മുതലാളി ചോദിച്ചു, താൻ എന്തിനാടോ തെങ്ങേ കയറിയെന്ന് ചോദിച്ചു. എൻ്റെ മുതലാളി, ഞാൻ ഇച്ചിരി താളി പറിക്കാൻ കയറിയതാന്ന് പറഞ്ഞു. തെങ്ങേലാണോടോ താളി ഇരിക്കണേ? അതല്ല മുതലാളി, ഞാനും കൂടെ ഇറങ്ങിപ്പോന്നേന്ന് പറഞ്ഞു. നിങ്ങൾ പണിച്ച് വേഗം പൊതിയൊക്കെ അപ്പൂപ്പനെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ മുതലാളി ചോദിച്ചു, ഇത് താൻ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവച്ച കൂടോത്രം തന്നെയല്ലേ ഇത്? തന്നെ ഞാൻ വെറുതെ വിടില്ലാട്ടോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എൻ്റെ മുതലാളി, ഇത് കൂടോത്രമല്ല, കോടമൂത്രമല്ല, ഇത് അയമോദകം. ഇത് തിളപ്പിച്ച് എൻ്റെ കുട്ടികൾക്ക് കൊടുത്താലേ കൃമികടി ഉണ്ടാവില്ല, വിരശല്യം ഉണ്ടാവില്ല. ഇത് ജീരകമാണ്. ഇതെൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അരിഷ്ടം ഉണ്ടാക്കി കൊടുക്കണതുകൊണ്ടാണ് അവൾ ആണ്ടിൽ ഈ പ്രസവം നടത്തണേ, ഒരു കുഴപ്പവും കൂടാതെ പ്രസവം നടക്കണേ. ഇതെൻ്റെ മുതലാളി ഒരു കോണക ഒന്നുള്ളത് അരിപ്പ് പോലെ ആയി പോയേ, അത് കാരണം പുതിയതൊന്ന് വാങ്ങിച്ചതാന്ന് പറഞ്ഞു.
അന്നേരം ഈ കുട്ടികൾക്ക് കൊടുക്കണ കാര്യം ഇപ്പം മുതലാളിക്ക് ഒരു സംശയം. മുതലാളി ചോദിച്ചു, എടോ തനിക്ക് ആരാൻ്റെ മക്കൾ എത്രയുണ്ട്, അവനവൻ്റെ മക്കൾ എത്രയുണ്ടെന്ന് ചോദിച്ചു. ഇത് കേട്ടത് അപ്പോൾ റബർക്ക പൊട്ടിത്തെറിക്കുമ്പോൾ ഒറ്റ പൊട്ടിത്തെറിക്കല്. അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി ഇത്തരം മര്യാദയില്ലാത്ത വർത്തമാനം എന്നോട് പറയരുത്. ഇത് എനിക്കുണ്ടല്ലോ ആരാൻ്റെ കുട്ടികളെ വളർത്തേണ്ട ഒരു കാര്യമില്ല മുതലാളി. എൻ്റെ ഭാര്യയും അത്തരക്കാരിയല്ല, മുതലാളി മനസ്സിലാക്കിക്കൊള്ളണം. ഇനി മേലാൽ എന്നോട് ഇത്തരം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈമേന്ന് വീണ് പോയാലേ എനിക്കതുകൊണ്ട് എടുക്കാം, എൻ്റെ വായ്മേന്ന് വീണ് പോയാലേ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ മുതലാളി എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകട്ടോ എന്ന് പറഞ്ഞു. അന്നേരം മുതലാളി പറഞ്ഞു, എടോ താൻ എന്തിനാ ഇങ്ങനെ ഗർജിക്കണത്? ഞാൻ ചോദിച്ചത് തനിക്ക് ആണ് എത്രയാണ് പെണ്ണ് എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്. പെണ്ണാണെങ്കിൽ താൻ അതിനെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ താൻ അവളെ കെട്ടിച്ചു വിടും. അഥവാ കെട്ടിച്ച് വിട്ടില്ലെങ്കിലോ അവൾ ആരെങ്കിലും കൂടെ വിളിച്ചോടി പോകും. അതേ സമയത്ത് ആണാണെങ്കിൽ അവൻ കെട്ടി വന്നാലും വിളിച്ചുകൊണ്ട് വന്നാലും തൻ്റെ വീട്ടിലേക്കാണോ വരണേന്ന് പറഞ്ഞു. അപ്പോഴാണ് അപ്പൂപ്പന് കാര്യം മനസ്സിലാവണേ. അപ്പം എൻ്റെ സമ്പാദ്യത്തിൽ ആരാൻ്റെ ഉണ്ട് അവനവൻ്റെ ഉണ്ടല്ലേ എന്ന്. അപ്പോൾ അപ്പൂപ്പൻ വേഗം മുതലാളിയോട് പറഞ്ഞു, മുതലാളി ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരവും ചെയ്യില്ല, അർത്ഥ കൈക്ക് ഉപ്പ് കഴിക്കില്ലാത്തയാണെങ്കിൽ പോലും എനിക്ക് എന്താണെന്നും പെണ്ണെന്താണെന്നും ആരാൻ്റെ എന്താണെന്നും അവനവൻ്റെ എന്താണെന്നും പറഞ്ഞു തന്ന മുതലാളിയോട് നന്ദി പറയുകയാണ്. ഞാൻ അതുപോലെ എൻ്റെ കഥ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നമസ്കാരം. ചേച്ചിക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. നല്ല രസകരമായിരുന്നു കേട്ടോ. അതായത് ഡയാനെ, നമ്മൾ ഈ റീൽസ്, ഇൻസ്റ്റാഗ്രാം, ഇന്റർനെറ്റ്, ടെലിവിഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് തമാശകൾ വരുമ്പം ഓമന ചേച്ചി വരുമ്പോഴാണ് കേഴമാൻ, താളി, തേങ്ങാ ചമ്മന്തി, റബ്ബറുങ്ക പൊട്ടും പോലെ തുടങ്ങിയ വേറൊരു പ്രദേശം, ഒരു ഏരിയ നിന്നാണ് വരുന്നത്. അവരുടെ ഒരു പ്രത്യേക ഏരിയ ഓമന ചേച്ചി ചില നാടൻ ഭക്ഷണം, നാട്ടുഭക്ഷണം എന്നൊക്കെ പറയുന്ന പോലെ കൊണ്ടുവരുന്ന കുറച്ച് തമാശകളാണ്. എല്ലാം വളരെ ഗംഭീരമായി. അതിന്റെ ഒരു ജെന്യൂനിറ്റി, ഈ ആരാന്റെ മക്കള് വരിക അല്ലെങ്കിൽ ചുട്ടുകരിക്കുക എന്നൊക്കെ പറയുന്ന നിർദോഷമായ കുഞ്ഞു തമാശകള് എവിടുന്നൊക്കെയോ കണ്ടുപിടിച്ച് പെറുക്കിക്കൊണ്ട് വന്ന് ഇത്രയും ഗുളികയും കൈ പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ വന്ന് ഇത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതൊരു വലിയ കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മൾ എത്ര ചിരിപ്പിച്ചു ചിരിക്കില്ല അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് ഈ കാര്യത്തില്. ഓമന ചേച്ചി വളരെ രസകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചേച്ചി നിന്ന് സംസാരിക്കുമ്പോഴേ എൻ്റെ അമ്മയൊക്കെ വന്നിങ്ങനെ നിന്ന് സംസാരിച്ചാൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും. കാരണം ഒരുപാട് എൻ്റെ അമ്മയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയണതിൽ ഒരു 10-16 പഴഞ്ചൊല്ലുകൾ, പഴംശീലുകൾ, കടങ്കഥകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സരസമായിട്ട് അതിൽ നമ്മൾ ചിലപ്പോൾ ആ സ്ഥാനത്തൊക്കെ ആയിരിക്കും ചിലതൊക്കെ പറയുക. പക്ഷേ എങ്കിലും കൂടി നമുക്ക് കുറേ കാര്യങ്ങൾ മുമ്പുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കതിന് മനസ്സിലാക്കും. ആ ഒരു ഇന്നസെൻസും ആ ഒരു ജെനുവിനിറ്റിയും എല്ലാം ഇങ്ങനെ തന്നെ കൊണ്ടുപോയി നല്ല രീതിയിൽ ചേച്ചിക്ക് ഇനിയും ഒരുപാട് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ കേട്ടോ. ഓൾ പ്രേയേഴ്സ്. ഒരുപാട് സ്നേഹം. ചേച്ചി പറഞ്ഞില്ലേ ഈ കിടക്കട്ടെ എന്ന് പറഞ്ഞൊരു വിറ്റ് പറഞ്ഞില്ലേ, പൈസ കിടക്കുമ്പോ വരാൻ പറഞ്ഞിട്ട്. ഇങ്ങനെ ഈ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് കരടി സുധീഷേ. നമ്മുടെ ഈ ബീരാനിക്ക ഒരു ദിവസം ഇങ്ങനെ രാവിലെ നടക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു നിരത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ കൂടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വേറൊരു പെണ്ണെതിരെ നടക്കാൻ തന്നെ. അപ്പോൾ ബീരാനിക്ക പെണ്ണിൻ്റെ അടുത്ത് വെറുതെ കുശലമായിട്ട് ചോദിച്ചു, വത്സലെ നടക്കുമോ എന്ന്. അവൾ അപ്പം തന്നെ കണ്ണും പൊട്ട ചീത്ത പറഞ്ഞു. അപ്പം ഈ പ്രസിഡന്റ് പറഞ്ഞു കൊടുത്ത്, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ് ചോദിച്ചതിൽ ഇത്തിരി വിഷയമുണ്ട്, രീതി മാറണം, അങ്ങനെ ചോദിക്കരുത്. അത് ഒരു ഇതുണ്ട്, രാവിലെ നടക്കുകയാണോ അങ്ങനെ ചോദിക്കണം. ഇപ്പൊ അതിനെ പിറ്റേ ദിവസം ഈ പെണ്ണെ കണ്ടപ്പോൾ, അല്ല മനസ്സിലെ രാവിലെ നടക്കുമോ? അപ്പൊ പെണ്ണ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ പെണ്ണ് പോയി കഴിയുമ്പോഴേക്കും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്താനം ഈ പറയണം, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ അടുത്ത് വർത്താനം പറയുന്നത്. അപ്പൊ വീരാനിക്ക് അയാളുടെ അടുത്ത്, അല്ല നിങ്ങളുടെ പെണ്ണുമ്പിള്ള എങ്ങനെ നടക്കുമെന്ന്. അപ്പൊ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഓമന ചേച്ചി നമ്മളെ ശരിക്കും കുറേ പഴഞ്ചൊല്ലിലേക്കും പഴമിയിലേക്കും കൊണ്ടുപോയി. നേരത്തെ രചന പറഞ്ഞതുപോലെ ഇത്തരം വാക്കുകളൊക്കെ നമ്മുടെ തലമുറയിൽ നിന്നൊക്കെ പോവുകയാണ്. ഈ റീൽസ് എന്ന് വന്ന കാലത്ത് ഒരുപാട് പഴഞ്ചൊല്ലുകളുടെ ശേഖരം തന്നെ നമുക്കുണ്ട്, ഈ തെക്കോട്ട് വടക്ക് വരെ. പക്ഷെ അതൊക്കെ ഇന്നത്തെ തലമുറ മറന്നു പോകുന്നു. നമ്മുടെ സിനിമകളിൽ നിന്ന് കുറച്ചൊക്കെ പോകുന്നു. അപ്പോൾ നിങ്ങളത് ഭയങ്കരമായിട്ട് ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓമന ചേച്ചി ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ രമേശാട്ടൻ തരുന്നൊരു സ്പേസ് പറഞ്ഞ ഒരുപാട് ആൾക്കാർക്ക്, ഇങ്ങനെ കഴിവുള്ള ആൾക്കാർ, അത് വലിയൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. നമ്മളെ സിനിമയിലെ
ആശാ വർക്കർമാരുടെ ഒരു ഇതുണ്ട്. ആശാ വർക്കറെ കഥയും കൂടി പറയുന്നൊരു സിനിമയാണ്. അപ്പൊ അത് ഗൗരി ജി കിഷൻ അഭിനയിക്കുന്നത്. അപ്പൊ ഞാനിത് കേരളത്തിൽ 26,000 ആശാ വർക്കർമാരുണ്ട്. അവർ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സിനിമ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഭയങ്കര വൈകാരികമായിട്ട് എന്നോട് പറഞ്ഞു, ഇന്ത്യയിൽ 15 വർഷം ആശാ വർക്കർ തുടങ്ങിയിട്ട് ഇന്ത്യയിൽ ഒരു സിനിമയിലും നമ്മളെ സ്പേസ് തന്നില്ല. അപ്പോൾ നമ്മൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ ജില്ലയിലും ആശാ വർക്കർമാർ കൺവെൻഷൻ വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ 3000 ആൾക്കാർ കോഴിക്കോട് പങ്കെടുത്തു, നാളെ ഒരു 3000 ആൾക്കാർ തിരുവനന്തപുരത്ത്. അതിന് ഞാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ സ്പേസ് കൊടുക്കുമ്പോഴേ നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള ഇങ്ങനത്തെ കഴിവുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു. അങ്ങനെ നമ്മൾ ലിയയുടെയും ഓമന ചേച്ചിയുടെയും പെർഫോമൻസുകൾ കണ്ടിരിക്കുകയാണ്. ഇവരിൽ ആരാണ് ദി ബെസ്റ്റ് പെർഫോമർ? അറിയാം നമുക്ക് ഇവിടെ മാർക്സ്. ലിയയ്ക്ക് എൻ്റെ വക 50-ൽ 47 മാർക്ക്. രമേശേട്ടാ? ഓമന ചേച്ചിക്ക് എന്റെ വക 50-ൽ 45 മാർക്ക്. ഓക്കെ, എന്നാ ഓമന ചേച്ചിക്ക് എൻ്റെ വക 50-ൽ 45 മാർക്ക്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്നാൽ ലിയക്ക് എന്റെ വക 50-ൽ 47 മാർക്ക്. സോ അങ്ങനെ ഇവരുടെ മാർക്സ് ഇങ്ങനെയൊക്കെയാണ്. ഓമന ചേച്ചിക്ക് 100-ൽ 90 മാർക്സ് ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. And Leah is getting 94 out of 100. രണ്ടുപേർക്കും ഗോൾഡൻ എയർ ലഭിച്ചിരിക്കുന്നു. ഒപ്പം ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഇസ് ലിയ. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. ചെയ്യുന്നതിന് മുൻപായിട്ട് സുബീഷ് ഏട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നത്തിന് ഞങ്ങൾ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കും. കാണട്ടോ, വെറുതെ പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രമേശ് ചേട്ടൻ എന്തായാലും കാണും, രജനിയും കാണും. എനിക്ക് നിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് അവർ ഷോ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. Once Upon a Time സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കുക. അപ്പോൾ അതോടുകൂടി സലാം, ബൈ.